സീസൺ കഴിഞ്ഞല്ലോ. ഈ 7 സീസണിൽ ഒരു ബെസ്റ്റ് മെയിൽ കണ്ടസ്റ്റന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും? അല്ല, മെയിൽ കണ്ടസ്റ്റന്റ് ബോയ്സില് ഡോക്ടർ റോബിൻ. എന്തുകൊണ്ടാ? റീസൺ എന്തായിരിക്കും? റീസൺ നന്നായിട്ട് കളിക്കും, ഇഷ്ടമായിരുന്നു. എന്താ റോബിനെ പറ്റിയെന്ന്? സെയിം റീസൺ. റോബിൻ പുറത്തായപ്പോ വിഷമം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയ സീസൺ കാണുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ കാണുന്നില്ല. ഇല്ല. പുള്ളി തരുന്ന കണ്ടന്റുകളെല്ലാം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു, ചിരിപ്പിക്കുന്നതായിരുന്നു, ആരെയും വെറുപ്പിക്കാതെ അത്രയും സൂപ്പറായിരുന്നു. ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് അഖിൽമാരാണ് അടിപൊളിയാണ്. ഇപ്പോഴത്തെ സീസൺ കാണുന്നുണ്ടോ? ഇപ്പൊ കാണുന്നുണ്ട്. എങ്ങനെയുണ്ട് പുതിയ സീസൺ? കൊള്ളാം. ബിഗ് ബോസിന്റെ പണികളൊക്കെ അടിപൊളിയാണ്, പക്ഷെ കണ്ടസ്റ്റൻസ് കുറച്ചുകൂടെ നന്നായി കൊള്ളാൻ തോന്നുന്നുണ്ട്. ഇപ്പം ഈ ഒരാഴ്ച കഴിഞ്ഞല്ലോ, ഇതിൽ ബെസ്റ്റ് പ്ലെയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസിനെയാണ് കൂടുതൽ ഇഷ്ടം. പുള്ളിക്കാരൻ കുറച്ച് ഇപ്പോൾ ലാസ്റ്റ് അനീഷിന്റെ ഒരു പ്രോബ്ലം വന്നില്ല, കുറച്ച് ബുദ്ധിപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഷാനവാസിനെയാണ് കൂടുതൽ കൊള്ളാൻ തോന്നുന്നത്. ഗേൾസിൽ നോക്കിക്കഴിഞ്ഞാലോ? ഗേൾസിൽ അങ്ങനെ ആരും ബെസ്റ്റായിട്ട് പറയാനില്ല, എല്ലാവരും കണക്കാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അറിയാം. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. എന്തുകൊണ്ടായിരിക്കും? പുള്ളി ജെന്യുവനായിട്ട് ഫീൽ ചെയ്തു, എന്തുണ്ടെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കുന്നതും പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എസ്പെഷ്യലി എന്താ പറയാനായിട്ട് അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പുള്ളിക്കാരി ഔട്ടായപ്പോൾ വിഷമം ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞില്ലേ, അടുത്ത നെക്സ്റ്റ് സീസണായി, ഇപ്പോൾ അടുത്തത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ബിഗ് ബോസ് ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് 7ന്റെ പണി കൊടുക്കുമെന്നാണ്. ഈ ഷോർട്സ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ ബിഗ് ബോസ് 7ന്റെ പണിയാണ് മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നതെന്ന്? അങ്ങനെയൊന്നുമില്ല. വായിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയാം, അതിനെ അംഗീകരിക്കുന്ന തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ്. അനീഷ് പലതും അങ്ങനെ ക്ലിപ്സൊക്കെ കേട്ടിട്ടാണ്, എനിക്ക് അവിടെ ആക്സസ് ഇല്ല കാണാൻ വേണ്ടി. അപ്പോൾ ക്ലിപ്സ് നോക്കുന്ന ബേസിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും റോബിനെ പോലെ ഒരു മത്സരാർത്ഥി ഇതുവരെ വന്നിട്ടില്ല അതിൽ, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ലാസ്റ്റായിട്ട് ഒരു പുള്ളി ഔട്ടായെന്ന് കണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ആ പരാതിക്കത്തിൽ ജസ്റ്റ് ഒരു പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇമോഷണലി ഫീലായെന്നുള്ള ഒരു രീതിക്ക് കേട്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ അവസരം മീൻസ് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലർക്ക് ടൈം എടുക്കുമെന്ന് സംസാരിക്കാനും ആ ഒരു ഇത് ചെയ്യാനും. അപ്പം സോ അങ്ങനെ ഒരു ഇത് ഫീലായി. അല്ലാണ്ട് അടിപൊളി. നല്ല ഗെയിമറായിരുന്നു, നല്ല കളി, നല്ല എന്താ പറയുക, നല്ല ഗെയിമറായിരുന്നു. പക്ഷെ ഒരുപാട് വിമർശനങ്ങളും ഉണ്ടായിരുന്നല്ലോ പുള്ളിക്ക്. ഉണ്ടായിരുന്നു, എന്നാലും പുള്ളി നല്ല ആദ്യമൊക്കെ ഒരു സ്ലോ ആയിട്ട് വന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് നല്ല കപ്പ് തൂക്കാൻ യോഗ്യനായിരുന്നു പുള്ളിക്കാരൻ. പേര് പറയും. റോബിൻ. എന്തുകൊണ്ടാ റോബിനൊരു? റോബിനായിരുന്നു എനിക്കിഷ്ടം. ആള് നല്ലൊരു ഇതായിരുന്നു, കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ കളിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇപ്പോഴത്തെ ആ ഒരു പ്രശ്നത്തിൽ ഇപ്പോഴും എനിക്കിഷ്ടമാണ്. പിന്നെ ഇപ്പോഴത്തെ സീസണിൽ വെച്ച് നോക്കുമ്പം പറയാറായില്ല എങ്കിലും ഷാനവാസ് അടിപൊളി ഗെയിമർ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? വിശ്വസിക്കുന്നു.